പാഠം 323 സ്നേഹപ്രകടനത്തിന്റെ കഥ. ഹലോ, അതെ, വിദ്യാലക്ഷ്മി. എന്ത്? അതെയോ? അപ്പൊ ഞാനെന്താ ചെയ്യണ്ടേ? ആ കേസിന്റെ കാര്യം നമ്മൾ നോക്കണം വിദ്യ. അത് ജയിക്കുന്ന എനിക്കൊരു പ്രതീക്ഷയില്ല. ബാങ്കിന്റെ ഭാഗത്തെ ന്യായം ഒന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാവും. ശരി, ഇന്നൊരു ദിവസത്തേക്ക് മാത്രം ഞാൻ പോവാം. പക്ഷെ അടുത്ത അവധി മുതൽ നീ നോക്കിക്കൊള്ളണം. ശരി. എന്താണ് ജയിക്കാൻ സാധ്യതയില്ലാത്ത കേസ് വാദിക്കാൻ നിനക്കൊരു മടി? നിന്റെ സംസാരം കേട്ടാ ഇതുവരെ വാദിച്ച കേസുകളെല്ലാം നീ ജയിച്ചു പോലെ തോന്നുമല്ലോ. അതല്ല മോഹനേട്ടാ, ബാങ്കിൽ നിന്ന് കൃഷിക്കായി ലോൺ എടുത്തിട്ട് കൃഷി ചെയ്യാതെ കാശ് ബിസിനസ്സിൽ മുടക്കിയ ഒരു കേസാ. ബിസിനസ് പൊളിഞ്ഞു. ബാങ്കുകാർ അന്വേഷിച്ചു ചെന്നപ്പോൾ കൃഷിയും ഇല്ല. ആ കേസ് ഏക്കണ്ടെന്ന് ഞാൻ വിദ്യാലക്ഷ്മിയോട് പറഞ്ഞതാ. പക്ഷെ കേട്ടില്ലേ. ഇപ്പോ വിദ്യക്ക് ഇന്ന് വരാൻ പറ്റില്ലെന്ന്, വീട്ടിലെന്തോ അത്യാവശ്യം ഉണ്ടെന്ന്. ആ കേസിൽ ഒരു ദിവസത്തേക്കൊന്ന് ഹാജരാവോന്ന് ചോദിച്ചതാ. ഇതില് നിനക്ക് ഇത്ര വിഷമം കാര്യം എന്താ? നിങ്ങൾ വക്കീലന്മാർ സ്ഥിരമായിട്ട് വാദിക്കുന്നത് ഇത്തരം തട്ടിപ്പ് കേസുകളാണല്ലോ. നിങ്ങൾ രക്ഷിച്ചോളുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇവന്മാർ കൃഷിക്ക് ലോൺ എടുത്തിട്ട് ആ കാശ് ബിസിനസ് മുടക്കുന്നത്. പക്ഷേ ഈ കേസ് എന്റെ അടുത്ത് വന്നപ്പോ അത് നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. അയാളെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായതാണ് ആള് ശരിയല്ല. ഈ കേസ് ജയിക്കുന്ന പ്രശ്നമില്ലേ. ഹലോ വക്കീലെ, ഞാനാണ് ഉത്തമൻ. പിന്നെ 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 ഞാനാണ് വിളിക്കുന്നത്. മോഹനേഷ് സാറിനോട് പറയല്ലേ. അതെന്താ? പിന്നെ വക്കീലിനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞേ സാറിനോട് ഞാൻ വിളിച്ച കാര്യം പറയാവൂ. എന്നാ പിന്നെ പറ. ഞാൻ ഈ വീടിന്റെ മുമ്പിലുള്ള റോഡിൽ നിപ്പുണ്ട്. വക്കീൽ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി വരാമോ? അല്ല, അത് ഇപ്പോ ഒരു 2 മിനിറ്റ്. ഇതൊരു ജീവൻ മരണ പ്രശ്നമാണ് വക്കീലെ, പ്ലീസ്. ശരി. ആരായിരുന്നു? അത് ഓഫീസിൽ നിന്നാ വിദ്യാലക്ഷ്മി. വിദ്യാലക്ഷ്മി ഓഫീസിൽ ഇല്ലെന്നല്ലേ നീ നേരത്തെ പറഞ്ഞത്? അത് ശരിയാ. വിദ്യാലക്ഷ്മി ഓഫീസിൽ നിന്നല്ല, വീട്ടിൽ നിന്നാ. ഞാൻ പറഞ്ഞു വന്നപ്പോ അറിയാതെ ഓഫീസായി പോയതാ. മോഹനോട് റെഡി ആയെങ്കിൽ ഞാൻ കാപ്പി എടുത്തരാം. എന്താ ഇത്ര രഹസ്യം? എനിക്ക് വക്കീലിൽ ഒരു സഹായം വേണം. മോഹനേഷ് സാർ അറിഞ്ഞ പ്രശ്നമാണ്. എന്താ ഉത്തമ? അതെ, ഫിനാൻഷ്യൽ എന്റർപ്രൈസസിൽ എനിക്കൊരു ചിട്ടി ഉണ്ടായിരുന്നേ. 7-8 നറുക്കെടുപ്പ് കഴിഞ്ഞതാ. ഇത്തവണ എനിക്കാ നറുക്ക് വീണത്. 1,40,000 രൂപ കൈ കിട്ടും. എനിക്കാണെങ്കിൽ ഇപ്പോഴേ ചിട്ടി വീഴുന്നത് വലിയ ഭാഗ്യമാണ്. ഇതിലെന്താ ഇത്ര രഹസ്യം? നല്ല കാര്യമല്ലേ? നല്ലതാണ്. കല്യാണം കഴിക്കാൻ തുനിഞ്ഞിറങ്ങിയിട്ടതാ ഇപ്പൊ കൊല്ല 2ആയി. ഏതെങ്കിലും ഒരു പെണ്ണിനെ എനിക്ക് അവളെ പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ പെണ്ണിന്റെ വീട്ടുകാർ എന്റെ വീട് കാണാൻ വരും. എന്റെ വീടിന്റെ അവസ്ഥ വക്കീലിന് അറിയാലോ. 2 മുറിയും ഒരു അടുക്കളയും ഒരു വരാന്തയുണ്ട്. പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ ഒരു മുറിയില്ല. അതും പറഞ്ഞു എത്ര കല്യാണമെന്നറിയാം മുടങ്ങിപ്പോയത്. വീടിന്റെ മുറ്റത്ത് ഒരു ചായ്പ് പണിയുള്ള സ്ഥലമുണ്ടേ. അതിനുവേണ്ടി ഞാൻ ശ്രമം തുടങ്ങിയിട്ട് നാളും കുറേയായി. പക്ഷേ ഈ കാലത്ത് കെട്ടിടം പണിയുടെ ചെലവ് വക്കീലിന് അറിയാലോ. ഞാൻ വിചാരിച്ച പെട്ടെന്നൊന്നും നടക്കൂല. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭാഗ്യത്തിന് എനിക്ക് ചിട്ടി വീഴുന്നത്. ആ കാശ് കിട്ടിയ വൃത്തിയായിട്ട് ആ ചായ്പ പണിയാൻ പറ്റും. അതിനെന്താ പ്രശ്നം? ബാങ്കുകാർ ഒരു തടസ്സം. ഞാനിപ്പോ എന്താ വേണ്ടത്? ബാങ്കുകാർ തർക്കമൊന്നും പറഞ്ഞില്ല. പക്ഷെ ഫിനാൻഷ്യൽ എന്റർപ്രൈസസിൽ നിന്ന് ചിട്ടി തുക കിട്ടണമെങ്കിൽ പിന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ജാമ്യം നിൽക്കണം. അതാണോ കാര്യം? മോഹനോട് പറഞ്ഞ പോരായിരുന്നോ? ഉത്തമന്റെ കാര്യമാവുമ്പോ എന്തായാലും മോഹനോട് സമ്മതിക്കും. സാറിനോട് ഞാൻ പറഞ്ഞു വക്കീലേ. ഇന്നലെ വൈകുന്നേരം ഞാൻ മോഹനേഷ് സാറിനെ വഴി വെച്ച് കണ്ടപ്പോ കാര്യം പറഞ്ഞു. പക്ഷേ മോഹനേഷ് സാർ സമ്മതിച്ചില്ല. നടക്കില്ല എന്ന് മോഹനകൃഷ്ണൻ പറഞ്ഞാൽ നടക്കില്ല. കടം വാങ്ങുന്ന കാര്യത്തിൽ മോഹനകൃഷ്ണന്റെ സഹായം ഉത്തമനെന്നല്ല ആരും പ്രതീക്ഷിക്കണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ സാറേ. എന്റെ ഒരു വലിയ പ്രതീക്ഷയാണ് ഈ ചിട്ടി. വീട് പുതുക്കി പണിയാൻ ഒരു നിവർത്തിയില്ലാതെ ഞാൻ മാനത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഭഗവാന്റെ അനുഗ്രഹം പോലെ എനിക്ക് ചിട്ടി കിട്ടിയത്. ഇനിയിപ്പം
ജാമ്യം നിൽക്കാൻ ഒരാളില്ലാതെ ആ കാശ് വാങ്ങാതെ പോയി കഴിഞ്ഞാൽ വളരെ കഷ്ടമാണ് സാർ. ഉത്തമാ, ഉത്തമൻ പറയുന്നത് ഉത്തമന്റെ ന്യായം. പക്ഷേ മോഹനകൃഷ്ണന് മോഹനകൃഷ്ണന്റേതായ ന്യായവും ഉണ്ട്. ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒരാളോടും കടം വാങ്ങിയിട്ടില്ല. ഞാൻ സ്ഥലവും വീടും വാങ്ങിയപ്പോഴും ഒരൊറ്റ രൂപ ലോൺ എടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ്? കടം വാങ്ങുന്നത് ഒരിക്കലും നല്ലതല്ല. അതുകൊണ്ട് സാറ് കടം വാങ്ങണമെന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ആ ചിട്ടിയുടെ കാശ് വാങ്ങാൻ ഒരു ജാമ്യം ഒപ്പിട്ട് തന്നൂടി. ഉത്തമ, ഞാൻ മദ്യപിക്കുന്ന ആളല്ലെന്ന് ഉത്തമൻ അറിയാം. അറിയാം. അങ്ങനെ മദ്യപിക്കാത്ത ഞാൻ വേറൊരാൾക്ക് മദ്യം വാങ്ങി കൊടുക്കുന്നത് ശരിയാണോ? അല്ല, അതിപ്പോ അങ്ങനെ ശരിയാണോ? ശരിയല്ല. മദ്യപിക്കുക എന്നത് ഒരു ചീത്ത ശീലമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ മദ്യപിക്കില്ല. മറ്റുള്ളവർ മദ്യപിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അല്ല സാറേ, മദ്യത്തിന്റെ കാര്യം ഇപ്പൊ ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. മദ്യം പോലെ തന്നെ ഒരു വിപത്താണ് വായ്പ വാങ്ങുന്നത്. ഞാൻ വായ്പ വാങ്ങുകയുമില്ല, മറ്റുള്ളവർ വാങ്ങുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയുമില്ല. ഉത്തമന് ഇപ്പോ ഞാൻ ജാമ്യം നിന്നാൽ ഉത്തമൻ കടം വാങ്ങുന്നതിന് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ ആവും. സാറേ അങ്ങനെ പറയില്ലേ സാറേ. ഫിനാൻഷ്യൽ എന്റർപ്രൈസസിൽ എൻ്റെ ഒരു പരിചയക്കാരനുണ്ട്, ജോണിക്കുട്ടി. അവനവിടെ സകല കടലാസും ശരിയാക്കി വെച്ചിരിക്കുകയാണ്. മോഹന സാർ ഒരു ഒപ്പിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എനിക്ക് ആ ചിട്ടിക്കാശ് കിട്ടും. ഞാൻ ഒപ്പിട്ടിട്ട് ഉത്തമന് കാശ് കിട്ടി കണക്കല്ലേ. ഉത്തമ, പറഞ്ഞു വരുമ്പോ നമ്മൾ തമ്മിൽ അടുത്ത പരിചയം കാണും. പക്ഷെ പരിചയവും സൗഹൃദവും തമ്മിൽ ആദർശങ്ങളിലേക്ക് വലിച്ചഴക്കരുത്. ഇന്ന് ഉത്തമന് ഞാൻ ജാമ്യം നിന്നാൽ നാളെ എത്ര പേർക്ക് ഞാൻ ജാമ്യം നിൽക്കേണ്ടി വരും? ഇനി ആരെങ്കിലും ഇങ്ങനൊരു ആവശ്യം പറഞ്ഞു വന്നാൽ എനിക്ക് നിഷേധിക്കാൻ പറ്റൂ? അതുകൊണ്ട് ഉത്തമൻ ഈ കാര്യത്തിൽ എന്നെ പ്രതീക്ഷിക്കണ്ട. ഉത്തമ, ഇവരച്ചവരെ വരും. എന്താണ് സാർ? ഒരുപക്ഷെ വേറൊരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഉത്തമൻ വിചാരിച്ചാൽ കിട്ടുമായിരിക്കും. പക്ഷെ അതും ചെയ്യരുത്. കടം വാങ്ങാതെ ജീവിക്കാൻ പഠിക്കും. അപ്പോ മനസമാധാനം കിട്ടും. അങ്ങനെ പറഞ്ഞ എന്റെ വക്കീല്, എനിക്ക് മോനേര് സാറിനെ പോലെ അടുപ്പമുള്ള മറ്റൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ വേറെ ആരാ ഉള്ളത്? ഞാൻ ആരോട് പറയാനാണ്? ആ ഇറിഗേഷനിലെ രാമേന്ദ്രൻ സാറിനോട് ഞാനൊന്ന് ചോദിച്ചു. അപ്പൊ അങ്ങേര് പറയാ, ഉത്തമ മോഹനേഷിന്റെ അടുത്ത ആളല്ലേ, മോഹനേഷ് ഒപ്പിട്ട് തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് വിശ്വസിച്ച് ഒപ്പിട്ട് തരുമെന്ന്. മോഹനേട്ടന്റെ സ്വഭാവം ഉത്തമൻ അറിയാലോ. വായ്പ വാങ്ങുകയുമില്ല, വാങ്ങാനോട്ട് സമ്മതിക്കുകയില്ല. അത് ശരിയാണ്. അപ്പൊ പിന്നെ വക്കീല്, ഇതിപ്പോ വായ്പ അല്ലല്ലോ, ചിട്ടിയല്ലേ. അത് മാത്രമല്ല, മോനൊരു സാറിനും വക്കീലിനും വായ്പ വാങ്ങാതെ വീട് വാങ്ങാനുള്ള കാശുണ്ടായിരുന്നു. ഇതിപ്പോ കയ്യിൽ കാശ് കിട്ടിയിട്ട് വീട് പണിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജന്മത്തും നടക്കൂല, അടുത്ത ജന്മത്തും നടക്കൂല. പിന്നെ വക്കീല് പറഞ്ഞ മോനേര് സാറ് കേൾക്കും. എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം. എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ടാ. ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. പക്ഷേ വക്കീല് പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കണം. ഇത്തരം ഒരു അവസ്ഥയിൽ എന്നെ സഹായിക്കാൻ ഇവിടെ വേറെ ആരുമില്ല. ഞാൻ നോക്കാം. മോഹനോട് വിളിക്കാം. ഉത്തം വിട്ടോ. ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. ഇതാണോ നീ കാപ്പി എടുക്കാൻ പോണെന്ന് പറഞ്ഞത്? മുറ്റത്താണോ കാപ്പി? മുറ്റമടിച്ചെന്ന് എനിക്കൊരു സംശയം. അത് വെറുതെ നോക്കാൻ പോയതാ. ഇന്ന് രാവിലെ മുറ്റമടിച്ച കാര്യം ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? അപ്പൊ നീ കോടതിയിലേക്ക് പോകുമ്പോ വല്ലാതെ കഷ്ടപ്പെടുമല്ലോ ഭാമേ. കേസ് വാദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കേസ് ഏതാണെന്ന് മറന്നുപോയാലോ? കേസ് മറന്നുപോയതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ മോഹനോട് വേറൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക. നമുക്കേ വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ഒരു സഹായം വേണമെന്ന് കരുതുക. അത് ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ? ആൾ ആരാണ്, അയാൾക്ക് ഇവിടെ സഹായം എന്താണ് എന്നൊക്കെ അറിഞ്ഞാലേ അതിന് മറുപടി പറയാൻ പറ്റും. ആള് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ സഹായം നിയമപരമായി ഒരു തെറ്റില്ലാത്തൊരു സഹായമാണ്. അപ്പോഴോ അങ്ങനെയാണെങ്കിൽ ചെയ്തു കൊടുക്കണം. അതിനൊരു സംശയം ഭാമേ, നമ്മൾ മനുഷ്യരാണ്. മനുഷ്യരായ നമ്മൾ നമ്മുടെ സഹജീവികൾക്ക് ആവശ്യം വരുമ്പോൾ സഹായിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ മനുഷ്യരെ കണക്കൂട്ടും? ഇപ്പോ എന്റെ കാര്യം തന്നെ എടുക്കാം. ഞാൻ
ഒരു വില്ലേജ് ഓഫീസറാണ്. സാധാരണ വില്ലേജ് ഓഫീസർമാർ രാവിലെ 11 മണിക്ക് ഓഫീസിൽ വരികയും ഉച്ചയൂണ് കഴിയുമ്പോ അവരവരുടെ പാട്ടിന് പോവുകയും ചെയ്യും. പക്ഷെ ഞാനോ എല്ലാ കാര്യങ്ങളിലും അണുകിട തെറ്റാതെ കൃത്യനിഷ്ഠ പാലിക്കുന്ന ആളും. എന്തുകൊണ്ടാണ്? എനിക്ക് ശമ്പളം തരുന്ന സർക്കാരാണ്. സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നത് ഈ ജനങ്ങൾ. ചുരുക്കത്തിൽ ജനങ്ങളാണ് എനിക്ക് ശമ്പളം തരുന്നത് എന്നതുകൊണ്ടാണ് ഞാൻ കൈക്കൂലി വാങ്ങാതെ സത്യസന്ധമായി ജോലി ചെയ്യുന്നത്. ചുരുക്കത്തിൽ എന്റെ മോഹനേട്ടൻ ഒരു നല്ല മനുഷ്യനാണ്. സഹജീവിക്ക് ഒരു സഹായം ആവശ്യം വരുമ്പോൾ ഒരു മടിയും കൂടാതെ സഹായിക്കുന്നയാള്. അതെ, ഫിനാൻഷ്യൽ എന്റർപ്രൈസസിലെ നറുക്ക് വീണ ചിട്ടിയുടെ തുക കിട്ടാൻ ഉത്തമന് ജാമ്യം നിൽക്കുന്ന ഒഴികെ ഞാൻ എന്ത് സഹായം വേണേലും ചെയ്യും. ഈശ്വര, ഈ കടവ് ഇതെങ്ങനെ അറിഞ്ഞു? മോഹനേട്ടാ, ഈ കാര്യത്തിൽ ചർച്ച വേണ്ട. നിനക്ക് വന്ന ഫോൺ കോൾ ഉത്തമന്റേതാണെന്നും ഉത്തമനെ കാണാനാണ് നീ പുറത്തു പോയതെന്നും എനിക്കറിയാമായിരുന്നു. ചിട്ടിത്തുകയ്ക്കായി ഞാൻ ജാമ്യം നിൽക്കണമെന്ന് ശുപാർശ ചെയ്യിക്കാനാണ് ഉത്തമൻ നിന്നെ കാണാൻ വന്നതെന്നും എനിക്കറിയാം. മോഹനേട്ടാ, വേറെ ആരുമല്ലല്ലോ, ഉത്തമനല്ലേ. നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഓടി വരാൻ ഉത്തമനല്ലേ ഉള്ളൂ. മോഹനേട്ടൻ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് ഉത്തമൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിനൊക്കെ മോഹനേട്ടൻ എന്തെങ്കിലും പ്രതിഫലം നൽകുമെന്ന് പ്രതീക്ഷിക്കല്ലല്ലോ ആ പാവം അങ്ങനെയൊക്കെ ചെയ്യുന്നത്. മോഹനേട്ടനുള്ള സ്നേഹം കൊണ്ടല്ലേ. സ്നേഹമുള്ളൊരു സഹായം ആവശ്യപ്പെടുമ്പോ തള്ളിക്കളയാൻ പാടുണ്ടോ? സ്നേഹമുള്ള ഒരാൾ എന്നോട് ഇത് കഴിക്കൂ എന്ന് പറഞ്ഞ് കുറച്ച് വിഷം തന്നാൽ ഞാൻ കഴിക്കുമെന്നാണോ നീ കരുതിയിരിക്കുന്നത്? വിഷം കഴിക്കുന്ന കാര്യമല്ലല്ലോ ഉത്തമൻ പറഞ്ഞത്. ഒരു ചിട്ടി അയാൾക്ക് കിട്ടി, അതിന്റെ പണം അയാൾക്ക് കയ്യിൽ കിട്ടണമെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ജാമ്യം നിന്നേ പറ്റുള്ളൂ. അത്ര ഉള്ളു പ്രശ്നം. ചിട്ടി ആയാലും ഫലത്തിൽ അത് ഒരു വായ്പയാണ്. ചിട്ടിത്തുക മുഴുവൻ ഉത്തമന്റെ കയ്യിൽ കിട്ടുന്നു. ഇനി അയാൾ 30ഓ 40ഓ തവണകളായി അത് തിരിച്ചടയ്ക്കുന്നു. സത്യത്തിൽ അതൊരു വായ്പയായി തന്നെ കൂട്ടാൻ പറ്റും. ഞാൻ ഒരിക്കലും വായ്പ വാങ്ങാറില്ല, വായ്പ വാങ്ങുന്നവരെ സഹായിക്കാറുമില്ല. ഇത് ദുർവാശയാണ് മോഹനേട്ടാ. ഉത്തമൻ ഏതെങ്കിലും സ്വകാര്യ ബാങ്കിൽ നിന്നോ ബ്ലേഡ് കമ്പനിയിൽ നിന്നോ അല്ല കാശ് വാങ്ങുന്നത്. കേരള സർക്കാർ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നാണ്. ഉത്തമനെ പോലെ പണത്തിന് അത്യാവശ്യമുള്ളവർക്ക് വേണ്ടിയാണ് സർക്കാർ ആ സ്ഥാപനവും ആ ചിട്ടിയും നടത്തുന്നത്. നാഴിക്ക് 40 തോട്ടം സർക്കാർ സർക്കാർ എന്ന് പറയുന്ന മോഹനേട്ടന് ഈ കാര്യത്തിൽ മാത്രം സർക്കാരിനോട് യോജിപ്പില്ല. മോഹനേട്ടാ, ഉത്തമൻ നമുക്കൊരു കുടുംബാംഗത്തെ പോലെയല്ലേ. അങ്ങനെ ഒരാവശ്യം വരുമ്പോ സഹായിക്കാതിരിക്കുന്നത് ശരിയാണോ? ഇപ്പൊ എനിക്കായിരുന്നു ആ ചിട്ടി വേണ്ടിരുന്നെങ്കിൽ മോഹനേട്ടൻ എനിക്ക് ജാമ്യം നിൽക്കുമായിരുന്നില്ലേ? നിനക്കാണെങ്കിൽ ഉറപ്പായി ഞാൻ ജാമ്യം നിൽക്കുമായിരുന്നില്ല. ഭമേ, നീ പലപ്പോഴും പറയാറുണ്ടല്ലോ ഈ സർക്കാർ ഉദ്യോഗം എന്ന് പറയുന്നത് ഒന്നുമല്ല, വക്കീലന്മാരാണ് ലോകത്തെ ഏറ്റവും വലിയമാരെന്ന്. അപ്പൊ പിന്നെ എന്നേക്കാൾ സാമർഥ്യമുള്ള നീ അങ്ങ് ഒപ്പിട്. ഞാൻ ഒപ്പിട്ട പോരല്ലോ, സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ വേണ്ടേ? വേണം. അതാണ് സർക്കാർ ഉദ്യോഗസ്ഥന്റെ വില. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു ഒപ്പിട്ടാൽ ഒപ്പിട്ടതാണ്. പക്ഷേ ഒരു ഒപ്പിട്, ഒപ്പിട് മതി. വക്കീലന്മാരുടെ ഒപ്പിന് നമ്മുടെ നാട്ടിൽ പുല്ലുവരെ. മോഹനേട്ടാ, കുറച്ചു മുന്നേ മോഹനേട്ടൻ ഇവിടെ നിന്ന് വിളമ്പിയ ന്യായങ്ങളൊക്കെ ഞാൻ കേട്ടു. അത് കേട്ടിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനാണ് മോഹനേട്ടൻ എന്ന് തോന്നും. പക്ഷേ മോഹനേട്ടൻ ഒരു സ്വാർത്ഥനാണ്. മോഹനേട്ടന്റെ കാര്യങ്ങൾ മാത്രം നടക്കണം, അതിന് ആരുടെ സഹായം ചോദിക്കാം. തിരിച്ച് ആർക്കും ഒരു ഉപകാരം ചെയ്തു കൊടുക്കില്ല. ഞാൻ പറയുന്നത് ന്യായമാണ്. അത് സ്വാർത്ഥതയാണെന്ന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ചിട്ടിത്തുക വാങ്ങിയതിനു ശേഷം ഉത്തമനത് കൃത്യമായി തിരിച്ചടച്ചില്ലെങ്കിലോ? മനഃപൂർവ്വം തിരിച്ചടയ്ക്കാത്തതാവണമെന്നില്ല. ഉത്തമന് പെട്ടെന്നൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവുന്നു. പണം തിരിച്ചടയ്ക്കാൻ പറ്റൂ? ഉത്തമൻ പണം തിരിച്ചടയ്ക്കാതെ വരുമ്പോ ബാങ്ക് എന്റെ ശമ്പളത്തിൽ നിന്ന് ആ പണം പിടിക്കാൻ തുടങ്ങും. വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് പണം ചെലവാക്കുന്ന എനിക്ക് ശമ്പളത്തിൽ ഒരു കുറവ് വന്നാൽ അതെങ്ങനെ നേരിടാൻ പറ്റും? അതുപോലെ കൃത്യമായി പണം തിരിച്ചടയ്ക്കാത്തത് കൊണ്ട് ഞാനും ഉത്തമനും തമ്മിൽ പിണങ്ങും. ഉത്തമൻ ഇങ്ങോട്ട് വരാതാകും.
ചുരുക്കത്തിൽ ഞാൻ ഉത്തമന് ജാമ്യം നിൽക്കുന്നത് കൊണ്ട് എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടാവുന്ന ആലോചിച്ച് നോക്കുന്നീ. നമ്മുടെ ആവശ്യത്തിന് പണമില്ലാതാവും, ഉത്തമനുമായുള്ള നല്ല ബന്ധം പോവും, ഭാവിയിൽ ഉത്തമന്റെ സഹായവും നമുക്ക് കിട്ടാതാവും. പുഴ പറ്റിയും തുടലറ്റും പോയാൽ നായ കടിക്കില്ലേ എന്ന് പണ്ടൊരു ദിവ്യം ചോദിച്ചാൽ ഞാൻ കേട്ടിട്ടുണ്ട്. മോഹനേട്ടൻ ഇപ്പൊ പറയുന്നത് അത്ര നമ്പറാ. ഭാമേ, നീ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ ചില ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ആ ആദർശങ്ങൾ വിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല. ആർക്കും ഗുണമില്ലാത്ത ഈ ആദർശം കൊണ്ട് എന്താണ് മോഹനേട്ട കാര്യം? ഉത്തമന പണം കിട്ടിട്ട് കള്ളു കുടിക്കാനൊന്നും അല്ലല്ലോ. അയാൾക്ക് അയാളുടെ വീടൊന്ന് പുതുക്കി പണയണം. അത് കഴിഞ്ഞു വേണം അയാൾക്ക് കല്യാണം കഴിക്കാൻ. ഇങ്ങനെയൊക്കെ ഒരാൾ ആഗ്രഹിക്കുന്നത് തെറ്റാണോ? ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടാണല്ലോ വീട് വാങ്ങിയത്. നീ പറയുന്നത് കേട്ടാ വലിയ വീടില്ലാത്തവർക്ക് കല്യാണം കഴിക്കാനേ പറ്റില്ലെന്ന്. മോഹനേട്ട, ഇപ്പോ മോഹനേട്ടൻ തർക്കിക്കാൻ വേണ്ടി തർക്കിക്കുക. ഒരു കാര്യം ഞാൻ പറയാം, ഇക്കാര്യത്തിൽ മോഹനേട്ടൻ ഉത്തമനെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ സഹായിക്കും. മോഹനേട്ടൻ പറയുന്ന പോലെ എന്റെ ഒപ്പിന് ഒരു വില ഉണ്ടാവില്ല. പക്ഷേ ഒപ്പിന് വിലയുള്ള ഒരാളെ കണ്ടുപിടിക്കാൻ എനിക്ക് ഒരു പാടുമില്ല. എന്റെ കക്ഷികളിൽ തന്നെ ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരിൽ ആരെ കൊണ്ടെങ്കിലും ഉത്തമന് ഞാൻ ജാമ്യത്തിൽ ഒപ്പിടിപ്പിക്കാൻ വേണ്ടി ചെന്നാൽ അവർ ചോദിക്കും, മോഹനകൃഷ്ണൻ വീട്ടിലില്ലേ, പുള്ളിക്കാരൻ എന്താ ഒപ്പിടാത്തത് എന്ന്. അപ്പോൾ എനിക്ക് സകലരോടും പറയേണ്ടി വരും, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ദുഷ്ടനാണ് മോഹനേട്ടനെന്ന്. മനുഷ്യനാണ് ഇങ്ങനെ കളിച്ചോറില്ലാതെ പെരുമാറരുത്. അയ്യോ, ഉത്തമനാ, ഞാൻ എന്തു പറയണം? ഞാൻ ഒപ്പിട്ടിട്ട് ഉത്തമൻ കാശ് വാങ്ങിയത് തന്നെ. ശരി, അപ്പൊ ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. നമസ്കാരം വക്കീലെ. ഉത്തമൻ പോയില്ലേ? ഞാൻ പോയി, പക്ഷെ പുഷ്കറിന്റെ ബേക്കറി വരെ പോയിട്ട് തിരിച്ചു പോന്നു. മോനേഷ് സാർ എവിടെ? ഉത്തമ, ഒന്നും പറയണ്ട. ഉത്തമന്റെ കാര്യം ഒന്നും പറഞ്ഞു തന്നെ ഇനി എന്നെ പറയാൻ ബാക്കിയൊന്നുമില്ല. എന്റെ വാക്കിന് വിലയില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ മിനിറ്റിന് മിനിറ്റിന് മാറ്റി പറയുന്ന ആളാണ് എന്ന് തുടങ്ങി എനിക്കില്ലാത്ത കുറവുകളൊന്നുമില്ല. അല്ല വക്കീലെ, ഞാൻ പറയാൻ വന്ന കാര്യം, ഹിമാലയത്തെ എടുത്ത് അറബിക്കടലിൽ കൊണ്ടുപോയിടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു കൈ ശ്രമിച്ചു നോക്കാം. പക്ഷേ ഒരു കാര്യം ജയിക്കാൻ വേണ്ടി എന്ത് ന്യായം പറയുന്ന മോഹനകൃഷ്ണ സാറിനെ കൊണ്ട് ഒരു കാര്യം സാധിപ്പിക്കാന്ന് പറയാൻ എനിക്ക് പറ്റില്ല. അല്ല വക്കീലെ, ഈ രാജ്യത്ത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മാത്രമല്ലല്ലോ ഉള്ളത്. ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒപ്പിട്ടാ പോരെ? അല്ലാതെ വില്ലേജ് ഓഫീസർ ഒപ്പിട്ടാലേ കാശ് തരുമെന്നൊന്നും ബൈക്കാരെ പറഞ്ഞിട്ടില്ലല്ലോ. ഉത്തമൻ ഒരു 10 ആവുമ്പത്തേക്ക് വക്കീൽ ഓഫീസിലേക്ക് കോടതിയിലെ ജീവനക്കാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരാ. അവരോട് ആരോടെങ്കിലും പറഞ്ഞ് ഞാൻ ഒപ്പിടിവെച്ച് തരാം. അവർക്ക് ഉത്തമനെ പരിചയമില്ലെങ്കിലും എന്നെ അവർക്ക് പരിചയമുണ്ടല്ലോ. എന്റെ വാക്കിൽ അവർക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് അവരൊപ്പിട്ട് തരും. വക്കീലെ, ഞാൻ പറയാൻ വന്നത് പറയട്ടെ. ഞാൻ ഇവിടെ നിന്ന് പോയി പുഷ്കറിന്റെ ബേക്കറിയുടെ അടുത്ത് എത്തിയപ്പോ ഫിനാൻഷ്യൽ എന്റർപ്രൈസസിലെ ജോണിക്കുട്ടിയുടെ ഒരു ഫോൺ വന്നു. 10 മണിക്ക് ചെന്നാ പൈസ തരാന്ന് പറഞ്ഞു. അപ്പൊ ജാമ്യം വേണ്ടേ? ജാമ്യം വേണം. മോഹനേഷ് സാർ ജാമ്യം ഒപ്പിട്ടല്ലോ. മോഹനേട്ടനോ? ഇന്നലെ ഉച്ചയ്ക്ക് താലൂക്ക് ഓഫീസ് പോകുന്ന വഴി മോഹനേഷ് സാർ ബാങ്ക് കയറി ജോണിക്കുട്ടി കാണിച്ചു കൊടുത്ത കടലാസിലെല്ലാം ഒപ്പിട്ടു. എന്നിട്ട് മോഹനേട്ടൻ പറഞ്ഞ അങ്ങനെയൊന്നും അല്ലല്ലോ. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും സാർ ഒപ്പിടാതെ ഒപ്പിട്ടെന്ന് ജോണിക്കുട്ടി കള്ളം പറയില്ലല്ലോ. പറയോ? അപ്പൊ ഒപ്പിട്ടു. എന്താ? അയ്യോ സാറേ, ജോണിക്കുട്ടി വിളിച്ചിരുന്നു. സാറ് ഒപ്പിട്ടെന്നും പറഞ്ഞു. വലിയ ഉപകാരം സാറേ. സാർ ഒപ്പിടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതവിടെ നിൽക്കട്ടെ. എനിക്ക് 2 കാര്യങ്ങൾ പറയാനുണ്ട്. 1, ചിട്ടിത്തുക കൃത്യമായി അടച്ചിരിക്കണം. അടയ്ക്കാം സാറേ, അടയ്ക്കാം. 2, കിട്ടുന്ന പണം ചില വക്കീലന്മാർ കാണിക്കുന്ന പോലെ ധൂർത്തടിക്കാൻ പാടില്ല. വീട് പണിയാനുള്ള പണം കൊണ്ട് വീട് തന്നെ പണിയണം. അങ്ങനെ ചെയ്യുള്ളൂ സാറേ. വലിയ ഉപകാരം സാറേ. പുറമേ കടുവയാണെങ്കിലും മോഹനേഷ് സാർ ഉള്ളിൽ പാവ അല്ലേ വക്കീലെ? ഉത്തമ, പുറമേ കാണുന്ന സ്വഭാവം തന്നെയാണ് ആഗമയെങ്കിലും പണ്ട് ഞാൻ ഈ കടുവയെ കളഞ്ഞിട്ട് പോവില്ലായിരുന്നു. ഇതൊരു പഞ്ചഭാവമാണെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ ഈ മുറയുടെ സ്വഭാവം ക്ഷമിച്ച് ഞാൻ കൂടെ കഴിയണേ. എന്തായാലും ഈ കേസിൽ വില്ലേജ് ഓഫീസർ എന്നെ തോപ്പിച്ചു കളഞ്ഞു. ഉത്തമന് വേണ്ടി വാദിച്ച് ഊർജ്ജമുണ്ടായിരുന്നെങ്കിൽ 15 ക്രിമിനൽ കേസെങ്കിലും വാദിച്ച് ജയിക്കാമായിരുന്നു. എന്തായാലും ഉത്തമൻ ചെല്ല. ഞാൻ വില്ലേജ് ഓഫീസർ കണ്ട് 2 പറയട്ടെ.
വില്ലേജ് ഓഫീസറെ, ആരത്? നുണ പറയുന്നത് ഘോര പാപമാണ്. മഹാത്മാഗാന്ധി ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ല, മോഹനകൃഷ്ണൻ ജീവിതത്തിൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് എത്ര നുണയാ പറഞ്ഞത്? ജാമി ഒപ്പിടില്ല, ഞാൻ ഒപ്പിട്ടിട്ട് ഉത്തമന് പൈസ കിട്ടിയത് തന്നെ. അങ്ങനെ 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 എന്തൊക്കെയാ? ഒരു വളരെ നല്ല ഉദ്ദേശത്തോടുകൂടി ഒരു ചെറിയ നുണയൊക്കെ പറയാം. ഇവിടെ എന്തായിരുന്നു ആ വളരെ നല്ല ഉദ്ദേശം? നിന്നെ കൊണ്ട് വഴക്കുണ്ടായിക്ക. അതൊരു നല്ല ഉദ്ദേശമല്ലേ? വഴക്കുണ്ടാക്കുമ്പോ നിന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാ. വില്ലേജ് ഓഫീസർ ഭയങ്കര ഡയലോഗ് അടിക്കുന്നു. അതുപോട്ടെ, എന്നെ ദേഷ്യപ്പെടുത്താൻ വേണ്ടി കള്ളം പറഞ്ഞു. ഇന്നലെ വഴിയെ വെച്ച് ഉത്തമനോട് ഒപ്പിടല എന്ന് പറഞ്ഞതോ? ഉത്തമൻ ഒപ്പിടാൻ പറയുമ്പോ തന്നെ ഒപ്പിടാമെന്ന് സമ്മതിച്ചാ പിന്നെ എനിക്ക് എന്താ ഒരു വില? ഒന്നുമില്ലെങ്കിലും ഞാനൊരു വില്ലേജ് ഓഫീസർ അല്ലേ? അതും പോട്ടെ, എനിക്കായിരുന്നു ചിട്ടി വീണതെങ്കിൽ മോഹനേട്ടൻ ജാമ്യം ഒപ്പിടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലും ഒപ്പിടില്ല എന്ന് പറഞ്ഞതോ? മരിക്കുന്നത് വരെ നിനക്ക് ജാമ്യം നിൽക്കാമെന്ന് പറഞ്ഞ് 4 കൊല്ലം മുമ്പ് ഞാനൊരു ഒപ്പിട്ടില്ലേ? ഇനി എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഒപ്പിടുന്നേ? വില്ലേജ് ഓഫീസറുടെ മനസ്സിലിരിപ്പ് കൊള്ളാലോ. കൊള്ളാമായിരിക്കുമല്ലോ. ഞാനൊരു വില്ലേജ് ഓഫീസർ അല്ലേ? ഇതൊക്കെ കാണുമ്പോൾ മോഹനകൃഷ്ണനെ പോലൊരു ഭർത്താവ് വേണമെന്ന് സ്ത്രീകളും സത്യഭാമയെ പോലൊരു ഭാര്യ വേണമെന്ന് പുരുഷന്മാരും ആഗ്രഹിച്ചാൽ തെറ്റു പറയാനാവില്ല. വാശിയിൽ ആശാനും ആശാത്തിയുമായ ഇവരെ സഹിക്കാനുള്ള ക്ഷമ കൂടി വേണ്ടിവരുമെന്ന് മാത്രം. വില്ലേജ് ഓഫീസറിന്റെയും വക്കീലിന്റെയും പുതിയ സാഹസങ്ങളുടെ കഥയുമായി കാര്യം നിസ്സാരം തുടരുന്നു.